പത്തനംതിട്ട കൂടൽ കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസ് നടപടിയിൽ തൃപ്തിയില്ല എന്ന് മർദ്ദനത്തിന് ഇരയായ 20-കാരനും കുടുംബവും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റമല്ല സസ്പെൻഷനാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യം നൽകേണ്ടതെന്ന് പരാതി നൽകിയ 20-കാരൻ പറയുന്നു. ആരോപണ വിധേയനായ സബ് ഇൻസ്പെക്ടർ ജയമോഹനെ ജില്ലാ പോലീസ് മേധാവി അച്ചടക്ക നടപടിയുടെ ഭാഗമായി AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതോടെയാണ് അനീതി നേരിട്ടു എന്ന് മർദ്ദനത്തിന് ഇരയായ യുവാവിന്റെ കുടുംബം പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അതിനുശേഷം പത്തനംതിട്ടയിൽ നിന്ന് സുജുജി ബാബു നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ആദ്യം ആ വാക്കുകളിലേക്ക്. ഒരിക്കലും സംതൃപ്തിയല്ല. ഞങ്ങളിത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഉണ്ടായത്. കാരണം സസ്പെൻഷൻ തന്നെ വേണം, ബാക്കി കാര്യങ്ങൾ അതിൻ്റെ പുറകെ നടക്കട്ടെ. പിന്നെ അതും തന്നെയുമല്ല, ഈ SI മാത്രമല്ല എൻ്റെ കുഞ്ഞിനെ മർദ്ദിച്ചിരിക്കുന്നത്. SIയുടെ മാത്രം ആക്കുന്നത് ശരിയല്ല. ബാക്കിയുണ്ട് 3-4 പോലീസുകാരുണ്ട് എൻ്റെ കുഞ്ഞിനെ മർദ്ദിച്ചത്. അപ്പോൾ അവരുടെ കാര്യത്തിലും അതേ തീരുമാനം എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഒരാളിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ ഇത്. ഒരാൾ മാത്രമല്ലല്ലോ മർദ്ദിച്ചത്, ബാക്കി 3-4 പേർക്കെതിരെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ കാര്യത്തിൽ എന്താ തീരുമാനമെന്ന് ഞങ്ങൾക്കറിയണ്ടേ? അവരെ സേഫാക്കാനാണോ തീരുമാനം? ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഞങ്ങൾ ഇത്രയും പീഡ ഏൽപ്പിച്ചിട്ടും ഒരു ട്രാൻസ്ഫർ എന്ന് പറയുമ്പം അതിലെന്താണ് നീതി, അതിലെന്താണ് ന്യായം? നാളെയും ഇത് തന്നെയല്ലയോ ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്? മറ്റു 3-4 പോലീസുകാരുണ്ടെന്നാണ് എൻ്റെ മോൻ പറഞ്ഞിരിക്കുന്നത്. അവർക്കും സസ്പെൻഷൻ കൊടുക്കണം. ഒരു ഉദ്യോഗസ്ഥനെ പേരിനെങ്കിൽ സ്ഥലം മാറ്റുന്നു, ബാക്കിയുള്ളവർ ഇപ്പോഴും കൂടുതൽ സ്റ്റേഷൻ തന്നെയുള്ള. ബാക്കി തല്ലിയവരും ഇപ്പോഴും സർവീസിലുണ്ട്. അവർക്കെല്ലാം നടപടിയാണോ ആവശ്യം? എന്നെ തല്ലിയവർക്കെല്ലാവരും അതായത് നടപടി എടുത്തേ വരത്തുള്ളൂ. സുജു ബാബു കൊണ്ട് പത്തനംതിട്ടയിൽ നിന്ന് നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുജു, ഗുഡ് മോർണിംഗ്. സുജു, ഇല്ലാത്തൊരു പീഡന പരാതി, അതിന്റെ പേരിൽ പോലീസ് കൊണ്ടുപോകുന്നു, മർദ്ദിക്കുന്നു. വലിയ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. അങ്ങനെ വാർത്തയാകുമ്പോൾ പേരിനൊരു നടപടി വരികയാണ്. എന്താണ് നടപടി? ഈ ഉദ്യോഗസ്ഥനെ AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റുന്നു. SIനെ അല്ലേ AR ക്യാമ്പിലേക്ക് മാറ്റുന്നു. ബാക്കി മർദ്ദിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന ബാക്കി ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോഴും കൂടൽ സ്റ്റേഷനിൽ തന്നെ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുങ്ങേണ്ട വിഷയമാണോ? വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി ഈ കുടുംബം അയച്ചിരുന്നു. പക്ഷേ മന്ത്രിയുടെ ഭാഗത്തുണ്ടായ പ്രതികരണം ഒരു തണുപ്പൻ പ്രതികരണമായിരുന്നു. താൻ ഇത് പരിശോധിക്കാം എന്ന തരത്തിലേക്കായിരുന്നു മന്ത്രി പ്രതികരിച്ചത്. ഇന്നലെയാണ് ജില്ലാ പോലീസ് മേധാവി ഈ കേസിൽ, ഈ സംഭവത്തിൽ, ഈ മർദ്ദനത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. അത് 2 കാര്യമാണ്. ഒന്ന്, SI ജയമോഹനെ AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റുന്നു. മറ്റൊന്ന്, കോന്നി CA ആണ് കൂടുതൽ CAയുടെ ചാർജ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെതിരായുള്ള നടപടി DIGക്ക് ശുപാർശ ചെയ്യുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്നതിങ്ങനെയാണ്. 13-കാരി ഒരു മൊഴി കൊടുക്കുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 20-കാരനെയും മറ്റ് 5 കുട്ടികളെയും മറ്റ് 4 കുട്ടികളെയും മറ്റൊരു പ്രായപൂർത്തിയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. 20-കാരനെ കസ്റ്റഡിയിലെടുത്ത ശേഷം അതിക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ഈ 20 വയസ്സുള്ള യുവാവിൻ്റെ പരാതി. തലയ്ക്ക് മുടി പിടിച്ച് വലിക്കുക, ബൂട്ടിട്ട് കാലിൽ ചവിട്ടുക, കാൽവിളയിൽ ലാത്തി കൊണ്ടടിക്കുക. അതും ഹൃദ്രോഗിയാണ്. ഹൃദ്രോഗത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അധിക നാളാകാത്തയാണ്. ശരീരത്തിൻ്റെ ഷർട്ട് തുറക്കുമ്പോൾ തന്നെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ പാടുകളൊക്കെ കൃത്യമായി കാണുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളൊരു യുവാവിനെയാണ് അതിക്രൂരമായി മർദ്ദനമേറ്റം. യുവാവ് കേവലം പരാതി പറയുകയല്ല, നമുക്ക് ആ ദൃശ്യങ്ങളും തന്നു. അതായത് മർദ്ദനമേറ്റിൻ്റെ പാടുകളുള്ള ദൃശ്യങ്ങൾ, പിന്നീട് കസ്റ്റഡിയിൽ വെക്കുന്ന CCTV ദൃശ്യങ്ങളുമുണ്ട്. അപ്പോൾ അതിക്രൂരമായി തല്ലിച്ചതറി. ഇന്നലെ CPMന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞത്, UDF അധികാരത്തിൽ വന്നപ്പോൾ ഗരുഡൻ തൂക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും വരുന്നു എന്നാണ് രാജു എബ്രഹാം ആരോപിക്കുന്നത്. അപ്പം അത്തരത്തിലൊരു മർദ്ദനം ഉണ്ടാകുന്നു, അതിനാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ആ പരാതി പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്ന SI ജയമോഹൻ അടക്കം 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരാണ്. അത് കസ്റ്റഡിയിലെടുക്കുമ്പോൾ മുതൽ തന്നെ നിയമവിരുദ്ധമായ പ്രവർത്തനം പോലീസ് നടത്തിയതാണ്. എന്തിനാണ് കസ്റ്റഡിയിലെടുക്കുന്നത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നില്ല. പോലീസിൻ്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നില്ല. യൂണിഫോം അണിഞ്ഞല്ല പോലീസ് എത്തുന്നത്. പിന്നീട് സ്റ്റേഷനിലെത്തിയാണ് ഈ ക്രൂര മർദ്ദനം നടത്തിയത് യുവാവിൻ്റെ പരാതിയുള്ളത്. മാത്രമല്ല, യുവാവിന് പുറമെ മറ്റു 4 വിദ്യാർത്ഥികളുടെ, അതായത് 18 വയസ്സ് താഴെയുള്ള വിദ്യാർത്ഥികളും പരാതിയെത്തി അവർ കുടുംബവും രംഗത്തി. അവർ ചൂണ്ടിക്കാട്ടിയത് കസ്റ്റഡിയിലെടുക്കുന്നതും അവിടെയും നിയമവിരുദ്ധമായി. ആ കുടുംബങ്ങളെ ബോധ്യപ്പെടുത്തുന്നില്ല. ഒരു കുട്ടിയുടെ അമ്മ പറയുന്നത്, അമ്മയോ ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു, അയൽപക്കത്തെ വീട്ടിൽ പറഞ്ഞിട്ടാണ് കുട്ടിയെ കൊണ്ടുപോകുന്നത്. അമ്മുമ്മ മറ്റോ ഉണ്ടായിരുന്നു. എന്നാൽ രക്ഷിതാക്കളെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതെയാണ് കൊണ്ടുപോയത്. ആ കുട്ടികൾ പറയുന്നത് തങ്ങളെ സ്റ്റേഷനിൽ വെച്ച് കുറ്റം സമ്മതിച്ചാൽ വെറുതെ വിടാമെന്നാണ് ഈ SI അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് 20-കാരൻ്റെ പരാതി, മറുഭാഗത്ത് ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, അവരെ നിയമവിരുദ്ധമായ രീതിയിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു.
അത് എന്ന് പറയുന്നു. കുട്ടികൾക്ക് ഉൾപ്പെടെ ഭക്ഷണമൊക്കെ നൽകുന്ന വളരെ വൈകിയാണെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു. അപ്പോൾ ഇത്ര ഗൗരവമുള്ള സംഭവമാണ്. ഇതിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. തുടർ സമരങ്ങളും നടക്കാനിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് SP ഭാഗത്തുനിന്ന് നടപടിയെടുക്കുന്നത്. അപ്പോൾ SP ഇന്നലെ എടുത്ത SI ജയമോഹനെ എയർ ക്യാമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് SI ജയമോഹൻ കണ്ണൂരിലേക്കോ അല്ലെങ്കിൽ മറ്റും എവിടെയൊക്കെ ട്രാൻസ്ഫർ അപേക്ഷ നൽകി അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥന്റെ ഇംഗിതത്തിന് അല്ലെങ്കിൽ താല്പര്യം തന്നെയാണ് പോലീസ് സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അതിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇന്നലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി ഈ പോലീസ് നടപടിക്കെതിരെ ജനാധിപത്യ വിശ്വാസികളെല്ലാം പ്രതികരിക്കണമെന്ന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ കുടുംബവും അതിൽ ആ അമ്മയുടെ നമ്മളെടുത്ത അതിൽ ഒരു 3-4 മിനിറ്റ് ഉണ്ട്. അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. തൻ്റെ മകന് അതിക്രൂരമായി മർദ്ദനമേറ്റു. നമുക്കറിയാം, മർദ്ദനമേറ്റിന് പിന്നാലെ പത്തനംതിട്ട ജനറൽ ആശുപത്രി ചികിത്സ തേടുന്നു. അന്ന് അടുത്ത ദിവസം വൈകിട്ട് ശ്വാസതടസ്സമുണ്ടായി അടൂർ ജനറൽ ആശുപത്രി ICUവിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ആ യുവാവിനെ നേരെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം, നിന്ന് കഴിഞ്ഞാൽ തളർച്ചയും ക്ഷീണവും ബുദ്ധിമുട്ടും വരുന്നു. അപ്പം മാനസികമായ പീഡനമുണ്ടായി, ശാരീരികമായ പീഡനം, മാനഹാനി, ആളുകളുടെ മുമ്പിൽ ഒരു പ്രതി എന്ന നിലയിൽ ചിത്രീകരിക്കപ്പെട്ടു. അപ്പോൾ കടുത്ത അനീതി തങ്ങൾ നേരിട്ടു. മാത്രമല്ല, ഈ പറയുന്ന ഈ പരാതി നൽകിയ പെൺകുട്ടിയുമായി യാതൊരു ബന്ധവും യുവാവിനില്ല. ഇവിടെ ആ പെൺകുട്ടിയുടെ പരാതിയുടെ വസ്തുത അന്വേഷിക്കേണ്ട പോലീസാണ്. അത് ശാസ്ത്രീയമായി അന്വേഷിക്കേണ്ടതായിരുന്നു. അത് ശാസ്ത്രീയ അന്വേഷണത്തിന് പകരം ഇടിമുറ അല്ലെങ്കിൽ പഴയ കക്കയം ക്യാമ്പ് ശൈലിയിലേക്ക് പോയി പോലീസ് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്നാൽ ആ പെൺകുട്ടിയുടെ പരാതി പോലീസ് ഇനിയും അന്വേഷിക്കട്ടെ, അത് തുടർന്നുണ്ട്. പക്ഷേ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നടപടിയെടുക്കുമ്പോൾ ഇടിമുറ ശൈലം, ഒരു ആക്ഷൻ ഹീറോ ബിജു പോലീസ് കളിക്കാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നം. അതിൽ യുവാവിൻ്റെ കുടുംബം ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് DGPക്കൊക്കെ പരാതി കൊടുത്തിട്ടും നീതി കിട്ടിയില്ലെന്നുള്ള വിഷയമാണ് അവർ ഉന്നയിക്കുന്നത്. അതിൽ നീതി കിട്ടുന്നവരെ പോരാടുമെന്നാണ്. ഈ വിഷയത്തിൽ തുടർ പ്രതികരണങ്ങളും ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് സമരങ്ങളും